അങ്ങനെ ഇപ്പോൾ ഡൂമിൻ്റെ ആരാച്ചാർ ആ പ്രത്യേക തോക്കുപയോഗിച്ച് തോറിനെ കൊല്ലാനായി പോയതും അപ്പോൾ തന്നെ ബ്ലാക്ക് വിഡോ ആരാച്ചാറിനോട് ഇതാണ് തിരിച്ചടിക്കേണ്ട സമയമെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ അവിടെ ആരാച്ചാറായി വേഷം മാറി നിൽക്കുന്ന നമ്മുടെ പണിഷർ ആ തോക്ക് ഉപയോഗിച്ച് അവിടെയുള്ള ഡൂമിൻ്റെ റോബോട്ട് ആർമിയെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതെയാക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ബ്ലാക്ക് വിഡോയും ഡൂമിൻ്റെ ആളുകളോട് ഫൈറ്റ് ചെയ്യുന്നുമുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് വിഡോയും പണിഷറും എന്തിന് നമ്മുടെ ടോണി സ്റ്റാർക്കും ബ്രൂസ് ബാനറും എല്ലാം ഡൂമിനിട്ട് പണി കൊടുത്ത് ഡൂമിനെ വീഴ്ത്തുവാനാണ് ഡൂമിൻ്റെ കൂടെ ശരിക്കും നിന്നത്. മാത്രമല്ല ഇപ്പോൾ ബ്ലാക്ക് വിഡോ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന തോറിൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് തോറിനോട് ഡൂം ആകെ പേടിച്ചിരുന്നത് നിന്റെ പേര് സ്വയം അവൻ തന്നെ പറയുമ്പോഴായിരുന്നുവെന്നും അതുകൊണ്ട് നീ ഇവിടെ വരുവാനാണ് ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നതെന്നും ബ്ലാക്ക് വിഡോ തോറിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ തോറും ബ്ലാക്ക് വിഡോയും പണിഷറും പിന്നെ നമ്മുടെ ഹോക്കയും ഫാൾക്കണും സ്പൈഡർമാനും എല്ലാവരും ഒന്നിച്ച് ഡൂമിൻ്റെ ആളുകളുമായി ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ബ്ലാക്ക് വിഡോയാണ് അവിടെ കെട്ടിയിട്ടിരുന്ന ഹോക്കയെയും ബാക്കിയുള്ളവരെയും അഴിച്ചുവിട്ടത്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്കും ബ്രൂസ് ബാനറും അവിടെ ടൈം സ്പേസ് ബബിളിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന മിയോളിനറിനെ റിലീസ് ചെയ്തതും അപ്പോൾ തന്നെ മിയോളിനർ തോറിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ മിയോളിനർ തോറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ അവിടെ ഡൂം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഉള്ളിലുള്ള ഐസ് കട്ടയ്ക്കിട്ട് ചെറുതായി മിയോളിനർ ചെന്ന് ഇടിച്ചതും അപ്പോൾ തന്നെ ഐസ് കട്ട താഴെ വീണ് പൊട്ടാൻ തുടങ്ങുകയാണ്. പക്ഷെ ഇപ്പോൾ മിയോളിനർ തോറിൻ്റെ കൈകളിലേക്ക് ചെല്ലാൻ പോയതും അപ്പോൾ തന്നെ ആ മിയോളിനർ തൊടുന്നതിന് മുമ്പ് നമ്മുടെ തോറിനെ ഗാമാ റേസ് അടങ്ങിയ തൻ്റെ ആർക്ക് റിപ്പൾസേഴ്സ് ഉപയോഗിച്ച് വളരെ ശക്തമായി ഡോക്ടർ ഡൂം അറ്റാക്ക് ചെയ്തതും അന്നേരം തന്നെ അറ്റാക്ക് ഏറ്റ് തോർ തെറിച്ച് വീഴുകയാണ്. മാത്രമല്ല തോർ ഒട്ടും വയ്യാതെ ബോധം കെട്ട് പോവാനും തുടങ്ങുന്നു. ചുരുക്കത്തിൽ പറഞ്ഞ തോർ മരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ തോർ ഒട്ടും വയ്യാതെ ബോധം കെട്ട് പോകുന്നത് കണ്ട് ബ്ലാക്ക് വിഡോയും ബാക്കിയുള്ളവരും ആകെ ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല തൻ്റെ ബോധം പോകുന്നതിന് മുമ്പ് തൻ്റെ മുന്നിൽ പുതിയ വേഷത്തിൽ നിൽക്കുന്ന ബ്ലാക്ക് വിഡോയെയും ബാക്കിയുള്ളവരെയും പഴയ തൻ്റെ കൂട്ടുകാരുടെ രൂപത്തിൽ അഥവാ അവെഞ്ചേഴ്സിൻ്റെ രൂപത്തിൽ അവരെയെല്ലാം തൻ്റെ മനസ്സിൽ തോർ കാണുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തോർ ബോധം കെട്ട് പോവുകയാണ്.